ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബീഫ് കറിയാണ്. നല്ല നാടൻ രീതിയിൽ വിറകടുപ്പിൽ മൺകലത്തിൽ വരട്ടിയെടുക്കുന്നതാണ് ഇന്നത്തെ ബീഫ് കറി. അതിനായിട്ട് ഞാൻ ഒരു 3/4 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്തതാണ് കേട്ടോ ഈ ബീഫ്. ഇതിനായിട്ട് 3 സവാള, 4 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി. പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാട്ടെ, ഞാൻ 4 ചെറിയ പച്ചമുളക് എടുത്തിരിക്കുന്നത്. കറിവേപ്പില, ഒരു 100 ഗ്രാം ചുവന്നുള്ളി, 15 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നതാണിത്. അത് ആവശ്യാനുസരണം എടുക്കാം. ഇറച്ചിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാട്ടോ. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇത്തിരി അധികം എടുക്കാറുണ്ട് ബീഫും ചിക്കനൊക്കെ വെക്കുമ്പോൾ. മസാലക്കായിട്ട് 3 വലിയ സ്പൂൺ മല്ലിപ്പൊടി, ഒരു വലിയ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, വീട്ടിൽ വറുത്ത് പൊടിച്ച ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവയെല്ലാം വറുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ വറുത്തതാണ്. കലം ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക് ഇവയെല്ലാം ഇട്ട് കൊടുക്കാം. സവാള വാടുന്നുണ്ട് കേട്ടോ നല്ലോണം. ഞാൻ അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് സവാള വാടാൻ. ഞാൻ ആദ്യം വെച്ച കലമൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആ കലത്തിനെ ഭയങ്കര വലുപ്പം, തീ പെട്ടെന്ന് പിടിക്കുന്നില്ല. അപ്പം ഞാൻ വേറൊരു കലം വെച്ച്. സവാള എന്നാൽ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, വാടി കിട്ടിയിരുന്നു. നമുക്കിനി ബാക്കിയുള്ള വെളുത്തുള്ളിയും ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ചതച്ച് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഓവറായിട്ട് അങ്ങനെ വാടി വരണ്ട കേട്ടോ. ഗോൾഡൻ കളറിന്റെ ആവശ്യമില്ല, ഗോൾഡൻ കളറാവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ആ പച്ചമണം മാറുന്നത് വരെ വാടിയാൽ മതി. ഉള്ളിയുടെയും വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം, കറിവേപ്പില. അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ വിറകടുപ്പിൽ വെക്കുമ്പോൾ സൂക്ഷിക്കണോട്ടോ, തീയൊക്കെ നോക്കണോട്ടോ. പെട്ടെന്ന് അടുക്കി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. എനിക്കും വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെക്കാറ്. നല്ല ടേസ്റ്റാണ് വിറകിലടുപ്പിൽ വെക്കണ. മീൻകറി ആയാലും ഇതുപോലെ ബീഫായാലും ചിക്കനായാലും മട്ടൻ ഏത് ഇറച്ചിയായാലും നമുക്ക് ഇങ്ങനെ വെക്കാട്ടോ. ഈ രീതിയിൽ വെക്കാം നമുക്ക്. മൺകലത്തിലും വിറകടുപ്പിലും മൺകലത്തിലേക്ക് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇങ്ങനെ വെക്കുമ്പോൾ. പണ്ടത്തെ അമ്മമാരൊക്കെ ഇങ്ങനെ വെക്കൂല എല്ലാവരും. ഇന്നലെ ഗ്യാസിലും കുക്കറിലൊക്കെ നമ്മൾ വെക്കണേ, ഗ്യാസ് അടുപ്പിൽ കുക്കറിലൊക്കെ വെക്കുക. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അല്പനേരം. തീ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. തീ കൂടിപ്പോയി കഴിഞ്ഞാൽ നല്ലോണം അടിക്കി പിടിക്കും പെട്ടെന്ന്. കാരണം നമ്മൾ ഇത് കുറക്കാനൊന്നും പറ്റില്ലല്ലോ വിറകടുപ്പായിരുന്നു. അപ്പോൾ തീ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യാനായിട്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ പച്ചക്കുത്ത് മാറണ വരെയും നല്ലോണം വഴറ്റണം കേട്ടോ. അല്ലെങ്കിൽ ആ പച്ചമണം ഇടുന്ന ഇറച്ചിക്കറി വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കൂട്ടുമ്പോൾ ആ പച്ചമണം ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി പൊടികളിടാം. മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ കാണിച്ചാണ്. ഒന്നുകൂടി പഴയ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ഞാൻ വറുത്തെടുത്തിരിക്കണേ കേട്ടോ. പച്ചക്കോടി ഇടാം, അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഇങ്ങനെ വറുത്താണ് ഉപയോഗിക്കാറ്. നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തീ കുറച്ചിടണം കേട്ടോ. തീ ഒന്ന് വിറകൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കുറച്ച്. നമുക്കിതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി വലിയ മൂക്കേണ്ട ആവശ്യമില്ല. സവാളയിലൊന്നും കിടന്ന് മൂക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇറച്ചി ഇട്ട് കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മസാലയും ഇറച്ചിയും എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇറച്ചി മസാല മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അടുപ്പിലാണ് വെക്കുന്നത്, അതുകൊണ്ട് വേവുണ്ടാവും പെട്ടെന്ന്. അല്ലെങ്കിൽ ചൂട് പിടിച്ച് മൺകലം അല്ലേ, പെട്ടെന്ന് തീ പിടിച്ച് മൺകലം വേഗം വറ്റിപ്പോവും വെള്ളം. അതുകൊണ്ട് നമുക്ക് കുറച്ച് വേവുണ്ടാവും ഇറച്ചിക്ക്. അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു ചെറിയ ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കണ്ടുണ്ട് കേട്ടോ. മൂടി വെച്ച് മൂടിക്കൊടുക്കാം കേട്ടോ. എൻ്റെ ഇതിന് പറ്റിയൊരു മൂടിപ്പാത്രം ഇല്ല. ഇതിരുന്ന് വേവട്ടെ. നല്ലോണം തീ കൂട്ടി കൊടുക്കട്ടെ. ഇടയ്ക്ക് നമുക്ക് നോക്കിയാൽ മതി. നമുക്ക് ഇറച്ചൊന്ന് വെന്താന്ന് നോക്കട്ടെ. വെള്ളമൊക്കെ നോക്കണം. നമ്മൾ അടുപ്പത്തല്ലേ വെച്ചേക്കണം. വെള്ളമൊക്കെ ഒരുതം വറ്റി കുറുകി വന്നണ്ട കേട്ടോ. നമുക്കിത് ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇടക്കിടക്ക് നോക്കണം. വിറകടുപ്പ് കാരണം നമുക്ക് ശ്രദ്ധിക്കണേ, പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ടാണ് കേട്ടോ. നല്ലൊരു സ്മെല്ല് വന്നിട്ട് ആ വെളിച്ചെണ്ണയുടെയും സവാളയുടെ ഇതൊക്കെ വിറകടുപ്പിൽ വെച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റും സ്മെല്ലുമാണ്. അപ്പം നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. ഒന്ന് ഇറച്ചി ഞാനൊന്നും കൂടി ഒന്ന് തുറന്നു നോക്കിയതാണ് കേട്ടോ. ഇറച്ചി മുക്കാവേ വായിട്ടുണ്ട്. നല്ലോണം വറ്റി ചാറൊക്കെ നല്ല കുറുകി നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ട് കേട്ടോ.
ഞാൻ ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ആ പച്ചക്കായ ഇടാറുണ്ട്. നല്ല നെയ്യുള്ളവരുടെ മക്കൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെറിയ ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കിയത് ഈ പരുവത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. വേവാറാവുമ്പോഴോട്ട് ഇടാനായിട്ട്. ഇപ്പോൾ ഒരു മുക്കാൽ വേവായിരുന്നെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇറച്ചി നല്ലോണം വേവും. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇറച്ചിയില എരിവും നെയ്യും മസാലയും എല്ലാം ആ ഉരുളക്കിഴങ്ങിലേക്ക് ഇറങ്ങും. നല്ല ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഇറച്ചിയിലേക്ക്. നമുക്കിതൊന്നും കൂടി മൂടി വെച്ച് വേവിക്കാൻ. ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞത് വേവും ശരിക്കും നല്ലോണം വെന്ത് പറ്റും. അപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നല്ലോണം നെയ്യൊക്കെ തെളി. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടായിരുന്നു കേട്ടോ. ആ തണ്ടേപ്പാടി അങ്ങനെ ഇട്ടതാ കറിവേപ്പില. നല്ലോണം നെയ്യൊക്കെ തെളി ശരിക്കും പറ്റി. ഇനി അടപ്പിൽ തന്നെ ഇരുന്ന് നല്ലോണം കുറുകോട്ടാ, വരണ്ട് വരും. ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ, ബീഫൊക്കെ വെക്കുമ്പോൾ ഇപ്പോൾ വിറകടപ്പില വെക്കണമെങ്കിൽ കുറച്ചധികം നേരം വെക്കണം കേട്ടോ. ഞാൻ ഒരു 11 മണി 11:30 ആയാലും വെച്ചാൽ 12:30 ഇത് കിട്ടുള്ളൂ. നമുക്ക് കുക്കറിൽ വെക്കണ പോലെ അല്ല, കുറച്ചധികം നേരം വേവ് ഇതിരുന്നു. ബീഫ് ചിക്കനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്തിട്ടും ബീഫിനൊക്കെ ഇത്തിരി വേവുള്ളല്ലേ, കുറച്ചധികം നേരം എടുക്കും കേട്ടോ വിറകടുപ്പിൽ മൺകലത്തിലൊക്കെ വെക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം നല്ലോണം വെന്ത് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒരു ടേസ്റ്റിൻ്റെ ഉള്ള ഒരു ടിപ്പും കൂടി ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഉള്ളി മരിഞ്ഞിട്ടുണ്ട്, അതിനകത്തേക്ക് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കറിവേപ്പിലൊക്കെ അധികം ഇട്ടിട്ടുണ്ട്. ഞാൻ കറിയിലും കുറച്ചധികം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലേക്ക് ഇടുമ്പോൾ നല്ലോണം സ്മെല്ലും കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ നല്ലോണം കിട്ടുമല്ലോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ ഗരം മസാലപ്പൊടിയൊക്കെ കറിയിൽ കുറവാണെങ്കിൽ അല്പം ഗരം മസാലപ്പൊടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒക്കെ കറക്റ്റാണ്. അപ്പോൾ ഞാനിതാണ് ഇട്ട് കൊടുക്കുകയാണ്. കണ്ട ഇറച്ചിയുടെ നെയ്യൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനിത് വറുത്ത് വെച്ചിരിക്കണ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കുറുകിയിരിക്കലെന്ന് ഓർക്കേണ്ട. ഈ മൺകലം കാരണം പുറത്തേക്ക് ഇത് അടപ്പിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വെച്ചാലും പെട്ടെന്ന് ഇത് കുറുകി വരും കേട്ടോ. പെട്ടെന്ന് ചൂടുള്ള കാരണം നല്ലവണ്ണം കുറുകും. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടി ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ വിറകടുപ്പിലും മൺകലത്തിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബായ്.